വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ രോഹിത് വിളിച്ച് പറയുന്ന അനുസരിച്ച് ശാലിനിയാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വണ്ടിയൊക്കെ നോക്കുകയാണ്. ഡ്രൈവർ സീറ്റിലേക്കും ബാക്ക് സീറ്റിലെ കവറൊക്കെ മാറ്റിയൊക്കെ ശാലിനി നോക്കുന്നുണ്ട്. പക്ഷേ ശാലിനിയെ ക്ലോറോഫോമിൻ്റെ എന്തെങ്കിലും കണ്ടെത്തുമോ ഇല്ലയോ എന്നുള്ളത് കാണിക്കുന്നില്ല. പക്ഷേ എന്നിട്ട് ശാലിനി ആകെ വിഷമിക്കുകയാണ്. എന്നിട്ട് രോഹിത് കുട്ടികളെയും കൊണ്ട് തിരികെ വീട്ടിലേക്കും പോകുന്നുണ്ട്. ശാലിനി തിരികെ ഓഫീസിലേക്കാണെന്ന് തോന്നുന്നു പോകുന്നത്. അന്നേരം കമലം കാണാനൊക്കെ ചെല്ലുന്നുണ്ട്. പക്ഷേ സത്യഭാമയൊന്നും വിളിച്ചിട്ട് ശാലിനി അങ്ങോട്ട് ഫോൺ എടുക്കുന്നുമില്ല. രാഘവൻ നായരും പിള്ളയും പിന്നെ ഭാമയും ഒക്കെ ആകെ അങ്ങ് വിഷമിച്ചിരിക്കുകയാണ്. സത്യഭാമയാണെങ്കിൽ വിഷ്ണുവിൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് ആ ചുവരിലുള്ള വിഷ്ണുവിൻ്റെ ഫോട്ടോയും സത്യയും പപ്പിയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഫോട്ടോയൊക്കെ നോക്കി ആകെ സങ്കടപ്പെട്ടും കരയുകയാണ്. രാഘവൻ നായരും അങ്ങ് മകൻ എന്തോ ആപത്ത് സംഭവിച്ചു, ഇനി തിരിച്ചു വരില്ല എന്നൊക്കെ ഉദ്ദേശിച്ച് ആകെ അങ്ങ് കരയുന്ന ഒരു അങ്ങനെ ഒരു സീനാണ് ആ വീട് മൊത്തം കരച്ചിലായിട്ട് കാണിക്കുന്നുണ്ട്. അതിന് ശേഷം കാണിക്കുന്നത് അവിടെ ആൻ്റണിയോടാണെങ്കിൽ ഡേവിസ് പറയുന്നുണ്ട്, പിന്നെ ഈ രണ്ടിലൊരാൾ ഇന്ന് മരിക്കും, നായകൻ മരിക്കണോ നായിക മരിക്കണോ എന്ന് നിനക്ക് തീരുമാനിക്കാം, രണ്ടിലൊരാൾ ഇന്ന് രാത്രി കൊല്ലപ്പെടും, ആരാണെന്ന് നീ തീരുമാനിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവരാണെങ്കിൽ ശിവനെതിരെ എന്തോ ഒരു ആക്രമണം അങ്ങനെ ഒരു എന്തോ ചെയ്യാനാണ് ഡേവിസ് അവിടെ തീരുമാനിക്കുന്നത്. അതിനി എന്താകും എന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷേ അവിടെ അബൂബക്കർ ആണെങ്കിൽ തിരികെ ആ ഒരു സങ്കേതത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. വിഷ്ണുവിനെ ആണെങ്കിൽ അവിടെ കസേരയിൽ കെട്ടിയിട്ടിരുന്നു, മറ്റ് രണ്ടുപേരുണ്ടായിരുന്നല്ലോ, ആരെയും കാണുന്നില്ല. തുടർന്ന് അബൂബക്കർ അവിടെ നിന്നുകൊണ്ട് ഡാനിയലിനെ ഫോൺ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അന്നേരം തിരിച്ചെന്ത് പറയുന്നു എന്ന് കാണിക്കുന്നില്ല. പക്ഷേ അബൂബക്കർ പറയുന്നുണ്ട്, എടാ വിഷ്ണുവിനെ എവിടെയെങ്കിലും കാണുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിഷ്ണു അവിടെ ഇല്ല എന്നുള്ളതാണ്. ഇനി ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കെട്ടഴിച്ച് വിട്ട് ചോദ്യം ചെയ്തപ്പോൾ വിഷ്ണു രണ്ടിനെയും പിന്നെ നല്ലോണം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവരവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ തൻ്റെ ആ പണി കഴിഞ്ഞ് പോയി എന്നുള്ളത് ഡാനിയൽ അവിടെ വിളിച്ച് പറയുന്നതായിരിക്കാം. പക്ഷേ വിഷ്ണു രക്ഷപ്പെട്ടതിന് ശേഷം വീട്ടിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നില്ല. ഇനി ആ ഒരു യാത്ര മുടങ്ങിയത് കൊണ്ട് വിഷ്ണുവിന് അത് കഴിഞ്ഞിട്ട് വിഷ്ണുവിന് 15-ാം തീയതി പോകണമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ രേഷ്മയോടൊപ്പം വിഷ്ണുവിനെ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയോ എന്നറിയില്ല. ഇവിടെ എന്തായാലും വിഷ്ണുവിനെ കാണാനില്ല എന്നുള്ളത് വീട്ടിൽ വന്നു എല്ലാവരും ആ ഒരു ഇതിനോട്ട് പൊരുത്തപ്പെടുമല്ലോ. അപ്പോൾ ഇനി അതുകൂടി കഴിഞ്ഞേ വിഷ്ണു വരുമോ ഇല്ലയോ എന്നുള്ളത് കാണിക്കുന്നില്ല. എന്താണെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ശാലിനിയുടെ സംശയം മുഴുവൻ ശിവനിലാണ്. അപ്പോൾ ശിവനെ അപകടപ്പെടുത്താനായിട്ട് ഡേവിസും നോക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടുപേരും കൂടി വരുന്നതിന് രാത്രി എവിടെയെങ്കിലും വെച്ച് ശിവനെ ആക്രമിക്കാൻ ഡേവിസ് നോക്കുന്നതും വിഷ്ണു കണ്ടുകൊണ്ട് വരുമോ, അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷിക്കുമോ എന്നുള്ളതും അറിയില്ല. ആ എപ്പിസോഡ് വരുമ്പോൾ നോക്കാം. ഓക്കെ, താങ്ക് യു.